പ്രശാന്തേട്ടാ, ഇന്ത്യയെ തകർക്കാൻ നിന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ന് ആ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം, ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നു. അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ആ രാജ്യം. പക്ഷേ ഇപ്പോൾ ആ രാജ്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന്. അങ്ങനെ ഇന്ത്യക്ക് ഇതിലൊരു പങ്കുണ്ടോ? അവരങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും അവർ പറയുന്നത് അവരുടെ രാജ്യത്ത് കടന്നു കയറി രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ രാജ്യത്തെ പല കൊലപാതകങ്ങൾക്കും കാരണം ഇന്ത്യയാണെന്ന്. പല കൊലപാതകങ്ങളെന്ന് പറഞ്ഞാൽ അജ്ഞാതൻ്റെ കൊലപാതകം, അജ്ഞാതൻ കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാനിലും കുറേ കാലങ്ങളായിട്ട് പാകിസ്ഥാനിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നമ്മളുടെ രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇവിടെ ചില ക്രൈമുകളൊക്കെ നടത്തി അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്തി ഈ തീവ്രവാദങ്ങൾ ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ താമസിച്ചിരുന്നവർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ അഭയം കൊടുത്തിരുന്നവർ അതിൽ ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലായിരുന്നു. അമേരിക്ക ഉൾപ്പെടെ നമ്മുടെ കാനഡ ഉൾപ്പെടെ ഉള്ളവരിൽ ഈ അങ്ങനെയുള്ളവരെ ആരോ കൊല്ലുന്നു, അതിൻ്റെ തെളിവുകളൊന്നുമില്ല. അത് ഇന്ത്യയിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നതാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ക്രൈമുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ ഈ മരിച്ചു പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയ്ക്ക് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അവരുടെ രാജ്യത്തെ പൗരന്മാർ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് ഉള്ള പൗരന്മാർ ഈ അജ്ഞാതനായി പല ആൾക്കാരും കൊല്ലപ്പെടുന്നു. അതായത് നമ്മുടെ ബോംബെ സ്ഫോടന കേസിലെ പ്രതികൾ പല ഘട്ടത്തിൽ കൊല്ലപ്പെടുന്നു. ചിലർ വിഷമുള്ളിൽ ചെന്ന് മരിക്കുന്നു, ചിലരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അവിടെയാണ് നടക്കുന്നതെങ്കിലും അവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഈ ക്രിമിനൽസും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഈ തീവ്ര സ്വഭാവമുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് തെളിവുകൾ ഇല്ലാതെ ഉള്ള ഒരു ആരോപണമാണ് ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുന്നത്. തെളിവുകൾ ഇപ്പം ചോദിക്കുമ്പം നമ്മുടെ ഒരു രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരാൾ വേറെ രാജ്യത്തിൻ്റെ ആൾക്കാർ കടന്നു കയറി ഒരു അക്രമം നടത്തിയാൽ എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ രാജ്യത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കാം. അപ്പം അത് ശരിയായ നടപടിയല്ല, നയതന്ത്ര ബന്ധത്തിനെ ബാധിക്കുന്ന ഒരു നടപടിയാണ്. കാരണം ഇപ്പം അവർ പറയുന്നത് ഇന്ത്യയാണ് ചെയ്യുന്നത്, ഇന്ത്യയിലെ അജ്ഞാതനാണ് ചെയ്യുന്നത്, മൊസാദിനോട് അല്ലെങ്കിൽ മൊസാദിനെ വെല്ലുന്ന രീതിയിലാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻസ് നടത്തുന്നത്. അത് തെളിവുകൾ ചോദിക്കുമ്പോൾ തെളിവുകളില്ല. അപ്പം അത്തരത്തിൽ വിദഗ്ധമായിട്ടാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കാനഡയിലെ ഈ നിജാർ കൊലപാതകം ഉണ്ടായിരുന്നല്ലോ. നിജാർ കൊലപാതക കേസിൽ ഈ പറയുന്നത് പോലെ നിജാറിനെ കൊന്നു. ആര് കൊന്നു? അത് ഇന്ത്യയാണ് കൊന്നത്. ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യയല്ല കൊന്നത്. അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടുന്നു. തെളിവുകളില്ല. അവിടുത്തെ മാധ്യമങ്ങളെ കൊണ്ട് പറയിക്കുന്നു, മന്ത്രിമാർ പറയുന്നു, പാർലമെൻറ്റിൽ പറയുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ത്യ അതൊരു ആക്ഷേപമായിട്ട് കണ്ട് ഇന്ത്യ ആക്ഷേപിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള വിവാദങ്ങളുമൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടാണ്. ഇതേത് പന്നുൻ അല്ലെങ്കിൽ അമേരിക്ക ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു അല്ലെ എന്ന് വേണ്ടി നമ്മുടെ വിദേശകാര്യ ജയശങ്കറിനെതിരെ വരെ അവിടെ കേസുകളും അല്ലെങ്കിൽ പല ഘട്ടത്തിൽ നമ്മുടെ ഒരു റോയുടെ പഴയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ വിളി വന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ആക്ഷേപം കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ഉണ്ട്, അതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പരാതി അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇത് അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റുന്ന സാധ്യതയില്ല. കാരണം ഇന്ത്യ ഒരു ഘട്ടങ്ങളിൽ പോലും ഇത് അവർ പറയുമ്പോഴൊന്നും അത് നമ്മളാണെന്ന് അല്ലെങ്കിൽ നമ്മൾ ആണെന്ന് സമ്മതിച്ചിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന നിലപാടല്ലല്ലോ നമുക്കുള്ളൂ. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ യുദ്ധം വേണ്ട, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് അത് കടന്നു കയറാൻ പാടില്ല, നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള പോളിസിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിലുള്ള ആക്ഷേപം ബലം നൽകുന്നതല്ല. പക്ഷേ ഇപ്പം ഇതിനകത്ത് വലിയൊരു വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഈ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രധാനപ്പെട്ട പത്രമുണ്ട്. ഈ പത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ആ പത്രത്തിൽ വരുന്ന വാർത്തകൾ അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ കെയർ ഓഫ് വരുന്ന വാർത്തകളാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് വാർത്ത കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഒന്ന്, നമ്മൾ മാലദ്വീപിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മൾ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് പല രാജ്യങ്ങളെയും അവരുടെ വരുതിക്ക് കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ വരുതിക്ക് കൊണ്ടുവരാൻ ആ രാജ്യങ്ങൾ തയ്യാറാക്കാത്ത അവസ്ഥയിൽ അവരുടെ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇടപെട്ട് ആ രാജ്യത്തെ അട്ടിമറിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്ഷേപമായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ കാര്യമാണ്. ഈ അവസരത്തിൽ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ട് മാലദ്വീപിൽ അട്ടിമറി ശ്രമം നടത്തി, അതുപോലെ അജ്ഞാതൻ കൊലപ്പെടുത്തുന്നു.
ഇന്ത്യയുടെ അമേരിക്കയുടെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ കാനഡയുടെ കാര്യം പറയുന്നു, ഈ പറയുന്ന പാകിസ്ഥാൻ്റെ കാര്യം പറയുന്നു. അപ്പം ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. പക്ഷെ തെളിവുകളില്ലെങ്കിലും ലോകം മൊത്തവും ഉറ്റുനോക്കുന്ന ഒരു പത്രം, അമേരിക്കയിൽ നിന്നിറങ്ങുന്ന വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പത്രം, നിരന്തരമായിട്ട് ഡീപ് സ്റ്റേറ്റ് നമുക്കെതിരെ വയ്ക്കുന്ന ആരോപണങ്ങൾ കൂടാതെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോകത്ത് ആ രാജ്യത്തിനൊരു പ്രസക്തി ഉണ്ടല്ലോ. നാം മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ സമാധാനപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും മാന്യമായ നയതന്ത്ര ബന്ധം, അത് ശത്രുതാ മനോഭാവം ആരോടും വെച്ചു പുലർത്താത്ത രീതിയിലാണല്ലോ മോദി പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഇന്ത്യ ഇത്തരത്തിൽ രഹസ്യമായിട്ട് പല രാജ്യങ്ങളിലും കടന്നു കയറുന്നുണ്ട്, അല്ലെങ്കിൽ പല രാജ്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് മാലിദ്വീപ്. ചൈനയുമായിട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട ഒരു സുപ്രഭാതത്തിൽ നമ്മളുമായിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ കോടിക്കണക്കിന് രൂപ നമ്മൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപം നമ്മൾ പറയുന്നുണ്ട്. അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. മാലിദ്വീപിനെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ഒരു കസേര, നരേന്ദ്രമോദിക്ക് ഒരു കസേരയും നമ്മുടെ ലക്ഷദ്വീപിലെ ബീച്ച് ആവശ്യമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള ടൂറിസം അല്ലെങ്കിൽ ഇല്ലായ്മയാവുന്ന ഒരവസ്ഥയായി ഇന്ത്യയിൽ ഉടനീളമുള്ളവർ അല്ലെങ്കിൽ രാജ്യത്തുടനീളമുള്ളവർ അവിടുത്തെ ടൂറിസം വേണ്ടെന്ന് വെച്ചിട്ട് ലക്ഷദ്വീപിലേക്ക് വരുന്ന രീതിയൊക്കെ വന്നു. അവരിപ്പം നമ്മളെ ആശ്രയിക്കുന്ന ഒരു രീതി വന്നു. ഇപ്പം നമ്മളെ ആശ്രയിച്ച് കഴിയുന്നു, നമ്മളാണ് ഒന്നാമത്തെ അവരുടെ മിത്രം. അവിടുത്തെ 10-20 ദ്വീപുകളുടെ നിയന്ത്രണവും അല്ലെങ്കിൽ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ നമ്മളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആഭ്യന്തര കലഹത്തിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ കയറ്റിവിട്ട് നമ്മളെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര കലഹം അല്ലെങ്കിൽ നമ്മുടെ സൈനികരെ ബാലാക്കോട്ട് ആക്രമണത്തിൽ നമ്മുടെ സൈനികരെ കൊന്നത് പ്രത്യക്ഷമായിട്ടായതുകൊണ്ട് നമ്മൾ കയറി തിരിച്ചടിച്ചു അന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റൊരു ചോദ്യം. ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇപ്പോൾ പുതിയ നയമല്ലേ സ്വീകരിക്കുന്നത്? നമ്മെ ആക്രമിക്കുന്നത് നാം തിരിച്ചു കയറി ആക്രമിക്കും മറ്റൊരു രാജ്യമാണെന്ന് പോലും നോക്കില്ല. അത് നാം പാകിസ്ഥാനിൽ 2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രീതികളിലേക്ക് ഇന്ത്യ ഒരു പുതിയ നയത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ഒരു പുതിയ ഇന്ത്യയുടെ ചുവടുവെപ്പിലേക്ക് കടന്നിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് നമ്മളെ കയറി അടിച്ചാൽ, ഇപ്പോൾ പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും ലോകത്ത് ഏത് രാജ്യമായാലും നമ്മളെ കയറി ആ രാജ്യത്തിൻ്റെ ലേബലിൽ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുക. അത് നമ്മുടെ പോളിസിയാണ്. നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയാൽ പിന്നെ നോക്കിയിരിക്കുന്ന പരിപാടിയല്ല. നരേന്ദ്രമോദി അതാണ് ചോദിച്ചത്. മുൻ സർക്കാരുകൾ ഉണ്ടായിരുന്നപ്പോൾ നിരന്തരം ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. മുംബൈയിൽ മണിക്കൂറുകളോളം 2 ദിവസമല്ല ജനങ്ങൾ ആ തീവ്രവാദികളുടെ വെടികൊണ്ട് മരിച്ചു വീഴുകയാണ്. എന്നിട്ട് പോലും ഒരു വിരൽ അനക്കാൻ മുൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആ ആക്ഷേപം പറഞ്ഞുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി ഒരിക്കൽ പ്രസംഗിച്ചത് ഇലക്ഷൻ സമയത്ത്. നമ്മളെ കയറി ആക്രമിച്ചാൽ നമ്മൾ വീട് കയറി അടിക്കും. ആ വീട് കയറി അടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡർ കടന്ന് പാകിസ്ഥാനിൽ കയറി അവിടുത്തെ 10-400 ഭീകരവാദികളെ കൊന്നിട്ട് തിരിച്ചു വന്നു. ഓപ്പറേഷൻ അറിയാമല്ലോ, ആ ഓപ്പറേഷൻ അറിയാമല്ലോ, നമ്മുടെ കാശ്മീരിൽ നമ്മുടെ പട്ടാളക്കാരെ കൊന്നതിന് ശേഷം. അപ്പോൾ അന്ന് മോദി പറഞ്ഞ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ വീട് കയറി അടിക്കും, ഇരിക്കുന്നിടത്ത് പോയി അടിക്കും. അത് ഇവിടുത്തെ ഇന്ത്യയുടെ പോളിസിയാണ്. നമ്മളാരെയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പരിപാടിയില്ല. അത് ഇന്ത്യയുടെ പോളിസി അല്ല. പക്ഷേ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ വീട് കയറി അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിരിക്കും എന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ ഇന്ത്യ അല്ല ഇന്ത്യ. അപ്പോൾ പഴയ ഇന്ത്യ അല്ല. നേരത്തെ ശ്രീതി ചോദിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിൽ എന്താക്രമണം നടത്തിയിട്ടും അത് ഇവിടുന്ന് പോവുക, ഇവിടെ കുറേ കിട്ടുന്ന ഏതെങ്കിലും അവിടുന്ന് കൂലിക്ക് പറഞ്ഞു വിട്ട് ആളിനെ കൊല്ലാൻ പറയുന്ന 1-2 പേരെ പിടിക്കുക, അവരെ വെടിവെച്ച് കൊല്ലുക, അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ രാജ്യമൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കുക, അതിന് ഇന്ത്യയിലെ ഭരണാധികാരികളുടെ സഹായം ഉണ്ടാവുക. ഈ രീതിയിലായിരുന്നല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ട്. അതിന് വ്യത്യാസം വന്നു. ഇന്ത്യക്കറി ഇപ്പോൾ കാശ്മീരിൽ തന്നെ വിഘടനവാദം വളരെ കുറഞ്ഞു. അപ്പം ഇപ്പോൾ പോലെ തന്നെ കർഷക സമരം എന്ന് പറഞ്ഞൊരു സമരം, ഇത് സമരം നടത്തിയ എന്തിനാ? ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഭീകരവാദികൾ ഇന്ത്യ ആക്രമിക്കുന്നു. അതിൻ്റെ കൂടെ ഖാലിസ്ഥാൻവാദം, അത് പാകിസ്ഥാൻ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഖാലിസ്ഥാൻവാദികളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതിന് ഒരു കാരണം കിട്ടി. കർഷക സമരം പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്ത് വിടുന്ന ഡൽഹി, ഹരിയാന, പഞ്ചാബാണെന്നല്ലേ എനിക്ക്. അപ്പോൾ അവിടെ ഖാലിസ്ഥാൻ വാദം വേണ്ട രീതിയിൽ പ്രമോഷൻ നടക്കാതെ വന്നപ്പോൾ കർഷക സമരത്തിൻ്റെ പുറകിൽ അതിൻ്റെ ഫണ്ടും ഖാലിസ്ഥാനികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരവും അതൊരു കലാപമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇന്ത്യക്കകത്തും നടന്നു. അപ്പം ആ ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പ്രമോഷൻ കർഷക സമര
ത്തിന്റെ മറവിൽ നടക്കുന്നു. അതുകൊണ്ട് കർഷക സമരം ഒഴിവാക്കിയാൽ മതിയോ? കർഷക സമരം എത്ര നോക്കിണക്കുകയും കോടതി ഉൾപ്പെടെ അതിന് ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രീതി വന്നു. സമരം ചെയ്യാൻ അധികാരമില്ല, അല്ലെങ്കിൽ അപ്പോൾ അതിനൊരു സപ്പോർട്ട് പല രീതിയിലും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നുവെന്ന് ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കർഷക സമരത്തിനകത്ത് ഏർപ്പെട്ടിരുന്നവരെ പരിശോധിക്കുമ്പോൾ ഇത് മൊത്തം കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇവിടെ വന്നിട്ട് ഫണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ആ കർഷക സമരം, രണ്ടാമത് കർഷക സമരത്തിനകത്ത് പാസ്പോർട്ട് റദ്ദ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കർഷകർ അപ്പം ഇതിനകത്ത് പങ്കെടുത്ത് നമ്മുടെ അന്ന് റെഡ് ഫോർട്ട് പതാക, നമ്മുടെ പതാക മാറ്റിയിട്ട് പതാക ഉയർത്തിയില്ലേ, ആ ആള് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു അജ്ഞാതൻ വണ്ടി 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ കയറി പതാക ഉയർത്തിയ ആൾ ഒരു അജ്ഞാത വാഹനം ഇടിച്ച് മരിക്കുന്നു. മനസ്സിലാകുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പലയിടത്തും കിടന്ന് മരിക്കുന്നു, വിദേശത്തായാലും മരിക്കുന്നു. അതിൻ്റെ നിജാർ എന്ന് പറയുന്ന ആൾ, ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇവിടെയൊക്കെ ഇരിക്കുന്നു, അവിടെ ചെന്ന് മരിക്കുന്നു. അപ്പോഴത്തേനും അത് അമേരിക്കയിലായാലും കാനഡയിലായാലും ജീവന് സുരക്ഷയില്ലാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ മൊസാദ് ഓപ്പറേറ്റ് ചെയ്തതുപോലെ തന്നെ ലോകത്ത് എവിടെ ഇന്ത്യയിൽ വിഘടനം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടാക്കി, ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം ഉണ്ടാക്കി, ഇന്ത്യയിൽ ക്രൈം ഉണ്ടാക്കിയിട്ട് പോയി ഒളിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ അൽ-ഖ്വയ്ദ അല്ലെങ്കിൽ പല നേതാക്കന്മാരും, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഫോടന കേസ് 190, അതിനകത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ വിമാനം റാഞ്ചി കൊണ്ടുപോയി, അതിനകത്ത് നിന്നവരെ വിമാനം റാഞ്ചി പോയിക്കൊണ്ട് ഇവരെല്ലാം മരിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഇത് കാണിച്ചിട്ടു. അതുപോലെ ആഭ്യന്തര കലകം അതിനകത്ത് ഉടലെടുക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുക. അപ്പം ഇതിനൊന്നും തെളിവുകളില്ലല്ലോ. അവിടുത്തെ ഉള്ള അവിടുത്തെ ആൾക്കാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ മരിച്ചു വീഴുന്നു. ആ മരിച്ചു വീഴുന്ന കൊന്ന ആളിനെ പിടിക്കുമ്പം അവിടുത്തെ ആൾക്കാർ തന്നെ ആകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപം, അപ്പം ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിന് അമേരിക്കയ്ക്ക് പരാതി പാകിസ്ഥാൻ കൊടുക്കുന്നതിനൊപ്പം അമേരിക്കൻ പത്രങ്ങൾ അതിന് തയ്യാറാകുന്നു. അതായത് നമ്മളുടെ പുറത്ത് മാന്യമായിട്ടല്ല, നമ്മളും ഈ അമേരിക്കയുടെ പുറത്തുള്ള ആക്ഷേപമാണല്ലോ ഇപ്പം പല ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചൈനയുടെ പുറത്തുള്ള അത്തരത്തിൽ നമ്മളും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് തെളിവുകളില്ലാത്ത ആരോപണം, അല്ലെങ്കിൽ അജ്ഞാതനെ ഉപയോഗിച്ച് ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് കടന്നു കയറി നമ്മൾ കൊല്ലുന്നു, നിയമമല്ലാത്ത രീതിയിൽ കൊല്ലുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇതെല്ലാം ചെയ്യാം. ഇപ്പോൾ തന്നെ ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയെങ്കിൽ ഇസ്രായേൽ എവിടെല്ലാം രാജ്യത്ത് കയറി, ഇറാനിൽ എത്ര പ്രാവശ്യം കയറി എത്ര ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. അമേരിക്ക ബില്ലാദിനെ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ നയത്തിൽ അങ്ങനെ പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമോ അധികാരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അമേരിക്കക്കെതിരെ വന്നാൽ ഇതെല്ലാം ചെയ്യാം. അന്നേരം ജനാധിപത്യവും ഈ നയതന്ത്രവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ത്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് പേര് ആക്ഷേപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ആ ആക്ഷേപത്തിൻ്റെ പുറകിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അവരുടെ പേരിൽ ബാൻ ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ നയതന്ത്ര പ്രശ്നം ഉന്നയിക്കുക, ഇത് രീതിയിലുള്ള കാര്യങ്ങൾ. ഏതായാലും ഒരു കാര്യം, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, അത് ലോകം മൊത്തത്തിനും മനസ്സിലായിട്ടുണ്ട്, പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ യാതൊരു സുരക്ഷയില്ല. കാരണം ഈ കൊന്നിട്ട് തള്ളിയിട്ടുള്ള ഈ ക്രിമിനൽസിനെല്ലാം പട്ടാളത്തിൻ്റെ ഉൾപ്പെടെ അവിടുത്തെ ആഭ്യന്തര സുരക്ഷ, ഏറ്റവും വലിയ സുരക്ഷ കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ മരിച്ചു പോകുന്നത്. ആർക്കും അവിടെ സുരക്ഷിതത്വമില്ല. ഇന്ത്യ വിചാരിച്ചാൽ മരിക്കും. ഈ രീതിയിലാണ് ആക്ഷേപം, തെളിവുകളില്ലെങ്കിലും. അപ്പോൾ ഈ രീതിയിൽ ആക്ഷേപം പാകിസ്ഥാൻ പറയുമ്പോഴും അല്ലെങ്കിൽ കാനഡ പറയുമ്പോഴും, ഇപ്പോൾ ബൈഡൻ അല്ലെങ്കിൽ ട്രംപ് വന്നപ്പോൾ അതിനകത്ത് പ്രസക്തി കിട്ടുന്നില്ലല്ലോ. അവിടെ നിയന്ത്രിക്കുന്ന അവിടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആരോപണം അത് പലവട്ടം നമ്മുടെ പേരിൽ ഉന്നയിക്കാൻ കാനഡ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനെ കൊണ്ട് ശ്രമം നടത്തി, പന്നുവിനെ കൊണ്ട് ശ്രമം നടത്തി. ഇപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ കൊടുക്കുന്ന പരാതിക്ക് പുറകിലും ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഇടപെടലുണ്ടാവും. ഏതായാലും ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കയറി ആക്രമിക്കാൻ വരുന്നവൻ ഏത് മടയിലിരുന്നാലും എവിടെ ഇരുന്നാലും അവിടെ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഔദ്യോഗികമല്ല ശ്രീത്തെ. അവിടുന്ന് തീവ്രവാദികൾ അവിടെ കയറി കഴിയുമ്പോൾ ഇവരെ കൈമലത്തുക, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അവർ തീവ്ര സ്വഭാവമുള്ളവർ. അപ്പോൾ നമുക്ക് ആ രാജ്യത്തോട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഏൽക്കുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വന്ന ആളാണ്. കാർഗിൽ യുദ്ധ സമയത്ത് ഇത്ര ആരോപണം ഉണ്ടായിരുന്നു, പട്ടാളക്കാരെല്ലാം കയറിയത് തീവ്രവാദി ആ രീതിയിൽ ബോഡി വാങ്ങാൻ പോലും തയ്യാറായില്ല. ബോഡി അതല്ലേലും അവന്മാരെ പണ്ടും അവരുടെ പട്ടാളക്കാർക്ക് ആ വില, പട്ടിയുടെ വില കൊടുക്കത്തുള്ളൂ. ചത്തു കഴിഞ്ഞാൽ അവിടെ കളഞ്ഞിട്ടു മൂടത്ത് പോലും ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ പട്ടാളങ്ങൾ ശവ സംസ്കാരം, പട്ടാളക്കാരുടെ ശവം പല ഘട്ടങ്ങളിൽ ഔദ്യോഗികമായിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ പട്ടാളത്തിനൊന്നും ആ രാജ്യത്തിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല നമ്മുടെ കൂട്ട്. അപ്പം അനൗദ്യോഗികമാണ്. ചോദിക്കും പറയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അവിടുന്ന് തീവ്ര സ്വഭാവമുള്ളവർ കയറിയതാണ്. അപ്പം ഖാലിസ്ഥാൻ ഭാഗത്തിൻ്റെ ഇതുമല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവനെ പിന്നെ ഇങ്ങനെ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ളവനെ ഇങ്ങനെ തീർക്കും. അപ്പോൾ ഈ മൊസാദിനെ അപ്പുറം റോ ഇതൊന്നും ഏൽക്കുന്നില്ലെന്നേ ഉള്ളൂ. മൊസാദും അല്ലെങ്കിൽ ഈ അമേരിക്കൻ ദേശീയ അന്വേഷണ വിഭാഗമൊക്കെ ഒരു കാര്യം ഏറ്റിട്ട് ഞങ്ങളാ ചെയ്യുന്നത്. റോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും റോ അതിൻ്റെ അച്ഛനാവാൻ നിൽക്കുന്നില്ല. ഏതായാലും ഇന്ത്യയെ ആക്രമിച്ചാൽ എവിടെ ചെന്ന് ഒളിച്ചിരുന്നാലും ഏത് മടയിലിരുന്നാലും തീർക്കുമെന്ന് ഇന്ത്യയുടെ പോളിസിയാണ്. അത് പലവട്ടം നേരിട്ടാണെങ്കിൽ നേരിട്ട് കൈകാര്യം ചെയ്യും.
മറഞ്ഞിരുന്നാണെങ്കിൽ മറഞ്ഞിരുന്ന് കൈകാര്യം ചെയ്യും. പക്ഷേ അതിന് തെളിവുകൾ ആക്ഷേപം ഉന്നയിക്കുന്നല്ല, തെളിവുകൾ നിരത്താൻ ഇതുവരെ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് തന്ത്രപരമായിട്ടും അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് എല്ലാം ഇവിടുത്തെ ഭരണാധികാരികൾ, ഒരുപക്ഷെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന ഈ അജ്ഞാതൻ്റെ ഇടപെടിയിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ഇടപെടിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഇന്ത്യയെ ഭയമാണ്. ആക്ഷേപങ്ങൾ ഉന്നയിക്കാനേ കഴിയൂ, ആരോപണം ഉന്നയിക്കാനേ കഴിയൂ. കുറ്റക്കാരനായിട്ട് നിർത്താൻ തെളിവുകളില്ലാത്ത ഒരവസ്ഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.